എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു TWS ആണ് ബഡ്സ് VS102 എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1299 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ നമുക്ക് വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഒരു അൺബോക്സിംഗ് കണ്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ആസ് യൂഷ്വൽ എല്ലാ നോയ്സിന്റെ പ്രോഡക്റ്റ് പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ്. ഈവൻ ആ ഒരു എന്താ പറയുക അപ്പർ ലെയർ പോലും ആ ഒരു പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോയ്സിന്റെ ലോഗോ, അതുപോലെ തന്നെ ഈ ഒരു ഇയർബഡ്സിന്റെ ഫോട്ടോ, ബഡ്സ് VS102 എന്ന് എഴുതിയിട്ടുണ്ട്. ട്രൂലി വയർലെസ് ഇയർഫോൺ. കൂടാതെ വലതുവശത്ത് നോക്കുവാണെങ്കിൽ #on ഇന്ത്യാസ് മോസ്റ്റ് പ്രോമിസിംഗ് ബ്രാൻഡ് എന്നും കൂടാതെ ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്നും ഫെമിന പവേർഡ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞൊരു ലോഗോ കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു മോസ്റ്റ് പ്രോമിസ്ഡ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നോയ്സിന്റെ എയർബഡ്സ് മിനി, ഈ ഒരു സാധനത്തിൻ്റെത്. അത് ഭയങ്കര പ്രോമിസ്ഡ് തന്നെ ആയിരുന്നു. എന്തായാലും നമ്മൾ ആ കാശ് 1499 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് വെറുതെ കാശ് പോകുന്നല്ലാണ്ട് വേറെ ഒരു ഉപയോഗമില്ലായിരുന്നു. ഇനി ഇതെന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. എന്തായാലും പുറകിൽ നോക്കുമ്പോഴത്തേക്ക് ബഡ്സ് VS2 ജെറ്റ് ബ്ലാക്ക്, ഈ ഒരു കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് നമുക്ക് പേൾ വൈറ്റിലും ലഭ്യമാകും. പക്ഷേ നമ്മുടെ ഫസ്റ്റ് സെയിലിൽ ഈ ഒരു ബ്ലാക്ക് കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഫുൾ ടച്ച് കൺട്രോൾ, അതുപോലെ തന്നെ 14 hour പ്ലേ ടൈം, IPX5 വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ 11mm ഡ്രൈവർ എന്ന് എഴുതിയിട്ടുണ്ട്. ഏറ്റവും അടിയിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 2999 രൂപയാണ്. എന്നാൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നത് 1299 രൂപയ്ക്കാണ്. പിന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുകയാണെങ്കിൽ ജൂൺ 2021 കാണാൻ സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറിയ സമയത്ത് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ഈ ഒരു പ്രോഡക്റ്റിന് തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് ഒരു എന്താ പറയുക അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഫസ്റ്റ് ലെയർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലൊരു ലെയർ ഉണ്ടെന്നുള്ളതാണ്. പൊതുവെ ഇവരുടെ ബോക്സൊക്കെ നമുക്ക് ഒരിക്കലും ഒരു കുറ്റവും പറയാൻ പറ്റാത്ത രീതിക്ക് തന്നെയാണ് ബോക്സൊക്കെ നമുക്ക് ലഭ്യമാക്കുന്നത്. ഓപ്പൺ ആക്കി വരുമ്പോൾ തന്നെ വി ആർ ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ വാറണ്ടി ഒരു സംഭവമുണ്ട്. അതേപോലെ തന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. കൂടാതെ നമ്മുടെ ഈ ഒരു മെഷ് മാറ്റുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ ബോക്സിനകത്ത് ആക്സസറീസ് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ആക്സസറീസ് എന്തെന്നൊക്കെ നോക്കിയിട്ട് ബാക്കി നോക്കാം. ഇതിനകത്ത് നമുക്ക് ഇയർ ടിപ്സ് വരുന്നത് കൊണ്ട് തന്നെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സ് കിട്ടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവും 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും ഒരു Type-C കേബിളുമാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കൂടെ ആക്സസറീസിൽ ലഭ്യമാകുന്നത്. അപ്പോൾ നമ്മുടെ 102 ഞാൻ ഓൾറെഡി എൻ്റെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് മ്യൂസിക് ക്വാളിറ്റി പ്ലസ് മൈക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലേക്കൊക്കെ വരുന്നതിന് മുന്നേ ഈ ഒരു കേസ് ഒന്ന് ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് നോയ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലാണ്ട് യാതൊന്നും തന്നെ ഒരു എഴുത്തും കുത്തും നമുക്ക് ഈ ഒരു കേസിൽ കാണാൻ സാധിക്കുന്നില്ല. ഏറ്റവും അടിയിലായിട്ട് ഒരു Type-C പോർട്ടും കൂടാതെ ഒരു LED ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ബ്ലാക്ക് കളറോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് ആയാലും നമ്മുടെ ഇയർബഡ്സ് ആയാലും ലഭ്യമാകുന്നത്. ഇതെന്നുള്ളതല്ല, നമ്മുടെ വൈറ്റിലാണെങ്കിലും സെയിം ആ ഒരു ഗ്ലോസി ഫിനിഷ് ആണെന്നുള്ളതാണ്. എന്തായാലും കേസിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ ഇതൊരു കേസ് മാത്രമല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. എന്നാൽ എത്ര mAh ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഈവൻ ആ ഒരു യൂസർ ഗൈഡിൽ പോലും ആ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ കേസിന്റെ വെയിറ്റ് 34 gram ആണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കേസിൽ നിന്നും ലഭ്യമാകുന്ന ടോട്ടൽ പ്ലേബാക്ക് ടൈം എന്ന് പറയുന്നത് 14 മണിക്കൂറാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഗസ് ചെയ്യാം, ഒരു 100 mAh അല്ലെങ്കിൽ ആ ഒരു 100 mAh മാത്രമേ ഇതിൽ നിന്നും ലഭ്യമാകത്തുള്ളൂ എന്നുള്ളത് ഗസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയായാലും അത് കമ്പനിയോട് ചോദിച്ചാൽ മാത്രമേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു കേസ് എത്ര ബാറ്ററി ആയാലും 100% എത്താനായിട്ട് 2 മണിക്കൂർ വരെയാണ് കമ്പനി അവകാശപ്പെടുന്ന ആ ഒരു ചാർജിങ് ടൈം എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു കവർ തന്നെയാണ് കേട്ടോ ഈ ഒരു കേസിന്റെ കൂടെ ലഭ്യമാകുന്നത്. നമ്മൾ എത്ര കണ്ടോ താഴേക്ക് എറിഞ്ഞാലും നമുക്ക് ആ ഒരു ഫോഴ്സ്ഫുള്ളി നമ്മൾ എത്ര കണ്ടോ ചെയ്താൽ പോലും ആ ഒരു കേസിൽ നിന്ന് നമ്മുടെ കവർ ഡിറ്റാച്ച് ആവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻ കേസ് തറയിലൊക്കെ വീണാൽ പോലും ഈ ഒരു കേസ് ഇളവിയിട്ട് നമ്മുടെ ഇയർബഡ്സുകൾക്കൊന്നും സംഭവിക്കത്തില്ല. അത് 100% നമുക്ക് ഗ്യാരണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ ഒരു ഡെപ്തിൽ വീഴുന്നെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. എന്നാൽ നോർമലിയൊക്കെ നമ്മുടെ പോക്കറ്റിൽ നിന്നൊക്കെ തറയിൽ വീണാലും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല പെട്ടെന്ന്. ഇനി ഇയർബഡ്സുകൾ നോക്കുവാണെങ്കിൽ 11mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡ്സുകളും ലഭ്യമാകുന്നത്. ഫിസിക്കലി നോക്കുവാണെങ്കിൽ ആ ഒരു
യുണീക്ക് ഡിസൈൻ തന്നെയാണ് ഇതിനെ എടുത്തു നിർത്തുന്നത്, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പൊതുവേ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടിട്ട് തന്നെയാണ്. പൊതുവേ കാണുന്ന ഡിസൈനിനേക്കാളും ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കൂടെ ലഭ്യമാകുന്നത്. ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഏറ്റവും പറയിലായിട്ട് LED ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ ആ ഒരു നോയ്സിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ടച്ച് കൺട്രോളാണ് അവിടെ. അതിന് തൊട്ട് താഴെയായിട്ട് മൈക്കും കാണാൻ സാധിക്കും. ചെവിയിൽ വെക്കാനായിട്ടാണെങ്കിലും ആ ഒരു കംഫർട്ട്നെസ്സിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് തന്നെയാണ്. 3.6 ഗ്രാംസ് മാത്രമാണ് ഓരോ ഇയർബഡ്സുകളുടെ ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെവിയിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇരുന്നാലും നമുക്കങ്ങനെ അറിയത്തില്ല ഇത് നമ്മുടെ ചെവിയിൽ ഇരിക്കുന്നതെന്ന് പോലും തന്നെ. അത്രയ്ക്കും ആ ഒരു ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. എന്തായാലും ഒരൊറ്റ ചാർജിൽ നമുക്ക് 3.5 hours 70% വോളിയത്തിൽ ഇടുവാണെങ്കിൽ ടോട്ടൽ പ്ലേ ബാക്ക് ടൈം ലഭ്യമാകും. എന്നാൽ ഈ ഒരു 100% ഒക്കെ ഇടുവാണെങ്കിൽ 2.5 to 3 hours ആയിരിക്കും നമുക്ക് ലഭ്യമാവുക. എന്തായാലും ഈ ഒരു ബാറ്ററി പ്ലേ ബാക്ക് ടൈം എന്ന് പറയുന്നത് ഞാൻ പൊതുവെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇയർബഡ്സ് മിനിയിലും പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എല്ലാത്തിലും തന്നെ 8-9 മണിക്കൂറൊക്കെ കിട്ടുമ്പോൾ ഇവിടെ ഇപ്പോഴും ഈ ഒരു 3.5 അല്ലെങ്കിൽ ആ ഒരു 3 hours ഒക്കെ എന്നുള്ളത് ഒരു എടുത്ത് പറയേണ്ട ഒരു ഡ്രോബാക്ക് തന്നെയാണെന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു ഇയർബഡ്സുകൾ 100% എത്താനായിട്ട് അപ് ടു 1 hours ആണ് ആ ഒരു ചാർജിങ് ടൈം എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബഡ്സ് VS102 ഫിസിക്കലി കേസിലാണെങ്കിലും ഇയർബഡ്സിലാണെങ്കിലും പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ ഡ്രിസിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവത്തില്ല. പെർഫെക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് 1 ടാപ്പ് വലതുവശത്ത് ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും, ഇടതുവശത്ത് ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. അതേപോലെ തന്നെ ഇതിൽ രണ്ടിൽ ഏതിൽ ചെയ്താലും കോൾ എടുക്കാൻ സാധിക്കും ജസ്റ്റ് ഒരു 1 ടാപ്പ്. കൂടാതെ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ ഡബിൾ ടാപ്പാണ് കോൾ കട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വലതുവശത്ത് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇടതുവശത്ത് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി ഒക്കെ വർക്കൗട്ട് ആവുന്നതാണ്. അതേപോലെ തന്നെ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ കോൾ വരുന്ന സമയത്ത് റിജക്റ്റ് ആകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു ടച്ച് കൺട്രോൾസിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നോയ്സിന്റെ ബഡ്സ് VS102 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി ഇൻഡോറിനകത്തുള്ളതാണ്. ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു മൈക്ക് ക്വാളിറ്റി എന്ത് മാത്രം ഉണ്ടെന്നുള്ളത്. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മൈക്ക് ക്വാളിറ്റി അറിയണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ലോ ലേറ്റൻസി എങ്ങനെ വർക്കൗട്ട് ആവുന്നു എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത് തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ മറ്റൊരു വീഡിയോ കൂടി കാണും. ആ ഒരു വീഡിയോ കൂടി കാണുമ്പോഴത്തേക്ക് ഇത് വാങ്ങിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുവാണെങ്കിൽ എനിക്ക് ഇതുവരെയ്ക്കും മനസ്സിലാവുന്നില്ല ഈ ഒരു എയർബഡ്സ് മിനി അതുപോലെ തന്നെ 102 ഒക്കെ എന്തിനാണ് അവർ ഇങ്ങനെ ഇറക്കിയെന്നുള്ളത്. കാരണം ആളുകളെ പറ്റിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണെങ്കിൽ ഓക്കെ, നോയ്സിൻ്റെ ഒരു ബ്രാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, എനിക്ക് അത് മാത്രം മതി എന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഈ ഒരു പ്രോഡക്റ്റിനേക്കാളും ഫാർ ബെറ്റർ ആണ് ഞാൻ ഇന്നലെ അൺബോക്സ് ചെയ്ത 141 എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 1299 സെയിം റേറ്റ് ആണ്. അതല്ല, അതിന് ഓഫർ സമയത്ത് നമുക്ക് 999 രൂപയ്ക്കും കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാളും അത് വാങ്ങിക്കുന്നതാണ് നല്ലത്. മ്യൂസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ആ ഒരു ഇയർബഡ്സ് മിനിയേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആ ഒരു ഭയങ്കര ഫീൽ ചെയ്തിട്ടൊരു പാട്ടും കേൾക്കാനൊന്നും പറ്റത്തില്ല ഈ ഒരു പ്രോഡക്റ്റിൽ. അത് ഞാൻ ആദ്യം തന്നെ പറയാൻ കേട്ടോ. പിന്നെ യൂട്യൂബ് അല്ലെങ്കിൽ മൂവീസൊക്കെ കാണാനാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോയ്സിൻ്റെ ബ്രാൻഡ് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇതെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് ഒരു എടുത്ത് പറയാൻ പോലും എനിക്ക് സത്യം പറഞ്ഞ ക്വാളിറ്റി ഞാൻ കണ്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ മേ ബി പറയുമായിരിക്കാം നിങ്ങൾ പറയുന്നത് തെറ്റാണ്, എനിക്ക് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി. എന്തായാലും എനിക്ക് അനുഭവിച്ചത് ഈവൻ ആ ഒരു 141 ഇതും കൂടെയൊക്കെ കമ്പയർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. എന്തായാലും ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊരു മ്യൂസിക് ലവറാണ് അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് ബേസ് ലവറാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിന്റെ പിറകെ പോവരുത്, നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. എന്തായാലും ഇനി നിങ്ങളുടെ അവസരമാണ്. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു എങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആ ഒരു കമൻറ്റ് എനിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന മറ്റു സുഹൃത്തുക്കൾക്കും ഉപയോഗപ്രദമാകുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.